കിട്ടി 32 വർഷം സർക്കാരിനെ സേവിച്ചു. വനംവകുപ്പിലായിരുന്നു. അപ്പോൾ 20 പെൻഷനായി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ കൃഷി ഒട്ടും ഇല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ പ്രതികരിക്കാനായിട്ടാണ് ഞാൻ ഈ 2 ഏക്കർ നിലം മേടിച്ചത്. ഞങ്ങളെല്ലാവരും പേരിൽ മേടിച്ചിട്ട് അന്ന് മുതൽ ഇപ്പോൾ വരെ 25-ാം വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ഈ വർഷം. ഇതിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. 16 മുതൽ ഇങ്ങോട്ട് ഏതാണ്ടും 10-12 ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. 11 സിവിൽ കോടതിയിൽ ഒരു 5-8 കേസ് കൊടുത്തു. ഇങ്ങനെയൊക്കെ നിന്നിട്ടും നിരന്തരമായിട്ട് ഈ കൃഷി വകുപ്പിൻ്റെ ഘടകാരസ്ഥയാണ് ഇവിടെ ഒരു കാര്യം നടക്കാത്തത്. ഒരു കാരണവശാലും ഉണ്ടല്ല, പൊക്കാളിപ്പാടത്ത് ഒരു കാരണവശാലും ഒരു വെള്ളം കയറ്റാൻ നിയമമില്ല. കൃഷി ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ടാണ്. ഈ മത്സ്യകൃഷി അത് അക്വാകൾച്ചറാണ്. PLD ചെയർമാൻ്റെ ഉത്തരവ് പ്രകാരം ലൈസൻസ് ഉണ്ടെങ്കിലേ മത്സ്യകൃഷിക്ക് അനുമതിയുള്ളൂ. ഈ കൃഷി പൊക്കാളി കൃഷി ചെയ്യണം, അല്ലാതെ അത് ലൈസൻസ് കിട്ടില്ല. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും അക്വാകൾച്ചർ ഒരു വെള്ളം കയറ്റി ഇറക്കാൻ ഒരു നിയമത്തിലും ഇല്ല, ഒരു വെള്ളം കയറ്റാനായിട്ട്. അങ്ങനെ ഫിഷറീസിൻ്റെ വികാസരേഖയുണ്ട്. അത് വെച്ചുകൊണ്ട് 3 സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒന്ന് ആദ്യ കോർട്ടിൽ MC കേസ് ഫയൽ ചെയ്തിട്ട് 2 ഇവിടെ കിടപ്പുണ്ട്. അത് ഇന്ന് അതിൻ്റെ കേസായിരുന്നു. ആ കേസായപ്പോൾ സാധാരണ ചോദിച്ചു. അടുത്ത 6-ാം തീയതി വെച്ചിരിക്കുന്ന കേസ്. 6-ാം തീയതി ഇടിയുണ്ടാകും. ഒരു കാരണവശാലും ഈ പാടശേഖരം നയിച്ചുകൊണ്ട് മുന്നോട്ടാൻ തയ്യാറല്ല, സമ്മതിക്കില്ല. കൃഷിമന്ത്രി എന്ന് പറയുന്നത് വളരെ മോശമാണ്. പക്ഷേ കഴിഞ്ഞ 22-ൽ കൃഷിമന്ത്രി വന്നിവിടെ പൊയ്പ്രസം ചെയ്തു. എന്നുവെച്ചാൽ കൃഷിമന്ത്രി MLA തല വെച്ചത് പൊട്ടക്കതിരാണ്. എൻ്റെ കൃഷിയുടെ ആദായപരമാണ്. കൃഷി ആദായം വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് വിളവെന്നറിയാമല്ലോ. അത് കൃഷിയുടെ വിളവറിയാമോ? ഒരു സ്ക്വയർ മീറ്ററിൽ പറഞ്ഞുതരാം. ഒരു സ്ക്വയർ മീറ്ററിൽ അല്ലെങ്കിൽ 1 ഏക്കർ സ്ക്വയർ പിടിച്ചാൽ 1 ഏക്കർ സ്ഥലത്ത് 10 ലക്ഷം കതിര് കാണണം. ഈ സൈസ് 10 ലക്ഷം കതിര്. അതിൽ കതിരുന്നാൽ 10 ലക്ഷം വെറുതെ വന്നാൽ പോരാ. ഒരു കതിരിൽ 150 മണി കാണണം. 150 മണി ഉണ്ടെങ്കിൽ നമുക്ക് 1 ഏക്കറിൽ ഒരു 1800 കിലോ നെല്ല് മസ്റ്റാണ്. അതാണ് കണക്ക്. കൃത്യമായിട്ട് പാടശേഖരത്തിൽ വെള്ളം പറ്റിയിരിക്കണം. കർഷകർ ഒരു 50% കർഷകർ ഇതിൽ കൂടെ നിൽക്കണം. അപ്പം അങ്ങനെ നല്ല വിലയാണ്. ചില എനിക്കിപ്പോൾ 1000 കിലോ അരി കിട്ടിയാണെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടും. 80,000 രൂപ ചിലവാണ് എനിക്ക് ഈ അരി ഉണ്ടാക്കുന്ന ഉൾപ്പെടെ. ഹൈക്കോടതി വിധിയുണ്ട്. ഈ ഹൈക്കോടതി വിധി എന്ന് വെച്ചാൽ 35 ലേലം ചെയ്താൽ മാത്രമേ പ്രവേശിക്കാൻ പാടിൻ്റെ അകത്ത്, അല്ല ഒരു വളം കയറ്റാനല്ല. ഇപ്പോൾ ലേലം ചെയ്യാതെ ഇന്ന് അവർ കയറി ഞാൻ അറിഞ്ഞു. അത് വക്കീലിനെ പറഞ്ഞിട്ട് 6-ാം തീയതി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പണി നീങ്ങും. പിന്നെ ഹൈക്കോടതി വിധി വൈലേഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം ലേലം ചെയ്യാതെയാണ് അവർ ലൈസൻസിലാണ് വാറ്റുന്നത്. ശക്തമായിട്ട് തീർക്കും. അത് കേസുണ്ടാവും. വൈലേഷൻ പെറ്റീഷനാണ്. അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നോക്കിയിട്ട് കാര്യമില്ല. ജനങ്ങൾ സംഘടിക്കണം. പാടശേഖരങ്ങളിൽ താമസിക്കുന്നവരെ 100% അവരുടെ ഭാഗത്തായിരിക്കും വിജയം. കൃഷിക്കാരുടെ ഭാഗത്തല്ല. അവരുടെ ജീവനത്തിന് ഭീഷണിയാണ്. ചെല്ലാനം പഞ്ചായത്തിൽ ഏതാണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ടൺ കണക്കിനല്ലേ പച്ചക്കറി പോയിരുന്നത്. ഇപ്പം എന്താ ഇല്ലാത്തത്? അതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പിടിപ്പുറമാണ്.